നമ്മളെല്ലാവരും ഓൺലൈനിൽ സുരക്ഷിതരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് VPN. അപ്പോൾ എന്താണ് ഈ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അഥവാ VPN? നമുക്കിന്ന് ഇതിനെക്കുറിച്ച് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളൊരു കോഫി ഷോപ്പിലിരിക്കുകയാണ്. അവിടുത്തെ ഫ്രീ വൈഫൈയിൽ കണക്ട് ചെയ്ത് ജോലി ചെയ്യുന്നു. എന്തുമാത്രം സൗകര്യമാണ്. പക്ഷെ ഒരു നിമിഷം, ആ കണക്ഷൻ എത്രത്തോളം സുരക്ഷിതമാണ്? അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം, നിങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയാണ്. പെട്ടെന്ന് ഓഫീസിലൊരു പ്രധാനപ്പെട്ട ഫയൽ ആക്സസ് ചെയ്യണം. അതെങ്ങനെ നമ്മൾ സേഫായിട്ട് ചെയ്യും? ഈ രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് ഒരേ ചോദ്യത്തിനാണ്. ഒരു പബ്ലിക് നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യ ഡേറ്റ എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കാം? ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മൾ ആദ്യം റിമോട്ട് വർക്കിന്റെ ചില വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കും. പിന്നെ എന്താണ് VPN എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും കാണും. IPsec, PPT പോലുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കും. അവസാനം ഇതിൽ നിന്നെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യും. ഇതാണ് ഇന്നത്തെ കാലത്തെ ഒരു പ്രധാന പ്രശ്നം. കമ്പനികളുടെ സെർവറുകളും ഡേറ്റയുമൊക്കെ ഓഫീസിനുള്ളിൽ സുരക്ഷിതമായിരിക്കണം. പക്ഷേ ജീവനക്കാർക്ക് ലോകത്തെവിടെ നിന്നും അത് ആക്സസ് ചെയ്യാനും പറ്റണം. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരുമിച്ച് നടക്കും? ഉദാഹരണത്തിന്, ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് ഓഫീസിലെ സെർവറുകൾ മാനേജ് ചെയ്യണം. പക്ഷേ പോളിസി അനുസരിച്ച് ഓഫീസിനകത്ത് നിന്ന് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പിന്നെന്ത് ചെയ്യും? ഇവിടെയാണ് ഒരു VPN ഹീറോയെ പോലെ വരുന്നത്. പുറത്തിരിക്കുന്ന ഒരാൾക്ക് കമ്പനിയുടെ നെറ്റ്വർക്കിനുള്ളിലേക്ക് കടക്കാൻ സുരക്ഷിതമായ ഒരു വഴി തുറന്നുകൊടുക്കുകയാണ് VPN ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് VPN. സേഫ് അല്ലാത്ത പബ്ലിക് നെറ്റ്വർക്കുകളെയും സുരക്ഷിതമായ പ്രൈവറ്റ് നെറ്റ്വർക്കുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സാങ്കേതികവിദ്യ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ഒരു പ്രൈവറ്റ് ടണൽ. കുറച്ചുകൂടി ടെക്നിക്കലായി പറഞ്ഞാൽ VPN അഥവാ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പോലെ അത്ര സുരക്ഷിതമല്ലാത്തൊരു നെറ്റ്വർക്കിലൂടെ ഒരു സേഫ് എൻക്രിപ്റ്റഡ് കണക്ഷൻ ഉണ്ടാക്കുന്ന ടെക്നോളജിയാണ്. സിമ്പിളായി പറഞ്ഞാൽ ഒരു രഹസ്യ വഴി ഉണ്ടാക്കുന്നു. ഈ ഒരു അനാലജി അടിപൊളിയാണ്. ഇന്റർനെറ്റ് ഒരു വലിയ തിരക്കേറിയ ഹൈവേ ആണെന്ന് വിചാരിക്കുക. എല്ലാരും അതിലൂടെ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പോകുന്നത് മറ്റാർക്കും കാണാനോ തുറക്കാനോ പറ്റാത്ത ഒരു കവചിത തുരങ്കത്തിലൂടെയാണ്. അതാണ് VPN ശരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സുരക്ഷിതമായ തുരങ്കം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇതിന്റെ പിന്നിലെ പ്രധാന കളിക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു VPN കണക്ഷന് പ്രധാനമായിട്ടും 4 ആൾക്കാരുണ്ട്. 1. നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ഉള്ള VPN ക്ലയന്റ് സോഫ്റ്റ്വെയർ. 2. നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന VPN സെർവർ. പിന്നെ നിങ്ങളുടെ ഡാറ്റയെ ആർക്കും വായിക്കാൻ പറ്റാത്ത കോഡാക്കി മാറ്റുന്ന എൻക്രിപ്ഷൻ. അവസാനം നിങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്ന ഒഥന്റിക്കേഷൻ. ഈ 4 പേരും ചേർന്നാണ് കളി. ഇതെല്ലാം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിലാണ്. ആദ്യം നിങ്ങളുടെ ഡിവൈസിലെ ക്ലയന്റ് സെർവറിലേക്കൊരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കും. അവർ തമ്മിൽ ഹായ് ഹലോ പറഞ്ഞ് പരസ്പരം തിരിച്ചറിയും. അതാണ് ഓഥന്റിക്കേഷൻ. അത് കഴിഞ്ഞാൽ ആ സെക്യൂർ ടണൽ റെഡിയായി. അതോടെ നിങ്ങൾക്ക് ആ പ്രൈവറ്റ് നെറ്റ്വർക്കിലെ ഒരു ലോക്കൽ IP അഡ്രസ് കിട്ടും. പിന്നെ നിങ്ങൾ ശരിക്കും ആ ഓഫീസിൽ തന്നെ ഇരിക്കുന്നത് പോലെയാണ് നെറ്റ്വർക്കിന് തോന്നുക. ശരി, ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിനിലേക്കൊന്ന് നോക്കാം. അതായത് ഇതിനെ ഇത്രയും ശക്തമാക്കുന്ന ടെക്നോളജി, അതാണ് IPsec. ഇന്നത്തെ മിക്കവാറും VPNകളുടെ പിന്നിലെ ശക്തി ഈ പ്രോട്ടോക്കോളാണ്. IPsecന് പ്രധാനമായും 2 ജോലികളാണുള്ളത്. ഒന്ന്, ഒഥന്റിക്കേഷൻ ഹെഡർ അഥവാ AH. ഇതുറപ്പാക്കുന്നത് ഡാറ്റ വരുന്നത് ശരിയായ സ്ഥലത്തുനിന്ന് തന്നെയാണെന്നും വഴിക്ക് വെച്ച് ആരും അതിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്നുമാണ്. രണ്ടാമത്തേത്, എൻകാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ് അല്ലെങ്കിൽ ESP. ഇതാണ് ശരിക്കും ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്ത് ഒരു രഹസ്യമാക്കി മാറ്റുന്നത്. IPsecന് 2 രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും, നമ്മുടെ ആവശ്യം പോലെ. ഒന്ന്, ട്രാൻസ്പോർട്ട് മോഡ്. അത് ഒരു പാക്കറ്റിലെ ഡേറ്റയെ മാത്രം സംരക്ഷിക്കും. രണ്ടാമത് ടണൽ മോഡ്. അത് ആ പാക്കറ്റിനെ മൊത്തത്തിൽ ഹെഡർ അടക്കം പൊതിഞ്ഞ് സംരക്ഷിക്കും. അതായത് ഒരു ട്രക്കിലെ സാധനങ്ങൾ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ട്രക്ക് മൊത്തത്തിൽ ഒരു കവചത്തിനുള്ളിലാക്കുന്നതും പോലെ ഒരു വ്യത്യാസം. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. എല്ലാ VPN സാങ്കേതിക വിദ്യകളും ഒരുപോലെയല്ല. നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ട ഒന്നിനെക്കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത്. അതിന്റെ പേരാണ് PPTP. പോയിന്റ് ടു പോയിന്റ് ടണലിംഗ് പ്രോട്ടോകോൾ അഥവാ PPTP. ഇത് പണ്ട് VPNകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രോട്ടോക്കോളാണ്. ഒരു കാലത്ത് ഇത് ഭയങ്കര പോപ്പുലറായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഗതി ഔട്ട്ഡേറ്റഡായി. ഇത് വളരെ വ്യക്തമായിട്ട് ഓർത്തുവെക്കുക. PPTPയിൽ ഒരുപാട് സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഇപ്പോൾ ഒരു സുരക്ഷിതമായ ഓപ്ഷനായി ആരും കണക്കാക്കുന്നില്ല.
നിങ്ങൾ PPTP ഉപയോഗിക്കുന്ന ഒരു VPN കാണുകയാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോ എന്തുകൊണ്ടാണ് PPTP സേഫ് അല്ലാത്തത്? കാരണം അതുപയോഗിക്കുന്നത് MSHB2 പോലുള്ള പഴയ ഓതന്റിക്കേഷൻ രീതികളാണ്. അതിന്റെ എൻക്രിപ്ഷൻ വളരെ വീക്കാണ്. ഇന്നത്തെ ടൂളുകൾ വെച്ച് ഇതിനെ വളരെ എളുപ്പത്തിൽ തകർക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളെപ്പോൾ IPsec, OpenVPN പോലുള്ള പുതിയ ശക്തമായ പ്രോട്ടോക്കോളുകളിലേക്ക് മാറിയത്. ശരി, അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചുരുക്കി നോക്കാം. ഓക്കെ, 4 കാര്യങ്ങൾ. ഒന്നാമതായി, VPN എന്ന് പറയുന്നത് ഇന്റർനെറ്റിലൂടെയുള്ള നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സെക്യൂർ ടണലാണ്. രണ്ടാമത്, ഓഫീസിലെ നെറ്റ്വർക്ക് പോലെ പുറത്തുനിന്ന് ആക്സസ് ചെയ്യേണ്ടി വരുമ്പോൾ ഇത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, എപ്പോഴും IPsec പോലുള്ള ശക്തമായ പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന VPNകൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും പ്രധാനമായി PPTP പോലുള്ള പഴയതും സുരക്ഷിതമല്ലാത്തതുമായ പ്രോട്ടോക്കോളുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഈ 4 കാര്യങ്ങൾ ഓർത്താൽ മതി. അപ്പോ ഒരു VPN എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും, അല്ലേ? ഇനി ഈ അറിവ് വെച്ച് നിങ്ങളുടെ ഓൺലൈൻ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാൻ നിങ്ങൾ എന്ത് സ്റ്റെപ്പാണ് എടുക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി.